Hi students. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത് ഡെലിഗേഷൻ വെച്ചിട്ടായിരുന്നു. അതോറിറ്റി എന്താണ്, ഡെലിഗേഷൻ അതോറിറ്റി എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുക, അതിലായിരുന്നു ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പാർട്ട് 2 പോർഷനിലേക്ക് പോവുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. എന്തിനാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്, നമ്മുടെ അതോറിറ്റി എന്തിന് നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനോ അതേപോലെ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിലേക്ക് എന്തിന് നമ്മുടെ ഡ്യൂട്ടി കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടീസ് നമ്മളുടെ അഭാവത്തിൽ ആരെങ്കിലും ഒരാളിലേക്ക് നമ്മൾ ഏൽപ്പിക്കും. എന്നാൽ മാത്രമേ ആ ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു ഫിനാൻസ് മാനേജറാണ് ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് എങ്ങോട്ടൊക്കെ പോകണം, എന്തിലേക്ക് വേണ്ടി അലോട്ട് ചെയ്യണം എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യാൻ ആ ഒരു പൊസിഷൻ ഒരാൾ എന്തായാലും ആവശ്യമുണ്ട്. ഒരു ദിവസം ഒരു ഡെയിലി ഓപ്പറേഷന് പോലും ആവശ്യമുണ്ട്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് എന്തെങ്കിലും കൊണ്ട് അയാൾക്ക് ഒരു ലീവ് എടുക്കുക, അല്ലെങ്കിൽ ഹി ഗോട്ട് സം പ്രോബ്ലംസ് ഇൻ അറ്റൻഡിങ് ദ ഓഫീസ്, അങ്ങനെയുള്ള കേസിൽ വാട്ട് ഹി വിൽ ഡു, ഹി വിൽ അസൈൻ ഹിസ് ഡ്യൂട്ടീസ് ടു സം അതർ പേഴ്സൺ, വേറെ ഏതെങ്കിലും ഒരാളിലേക്ക് ഹൂ ഈസ് കേപ്പബിൾ ടു ഹാൻഡിൽ ദോസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളിലേക്ക് നമ്മൾ ഏൽപ്പിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കിയാൽ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇസ് റിലീവിങ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. നമ്മുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് ആരാ വരിക? CEO വരും, ദെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ ബി ദ, ദെൻ ദ MD വിൽ ബി ദ. ഇവരൊക്കെയാണ് നമ്മൾ ടോപ്പ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ മേജർ ഡിസിഷൻസ് എടുക്കേണ്ട ആൾക്കാരാണ്. ദേ ആർ ദ വൺസ് ഹു ടേക്ക് ദ important decisions or the keen decisions, and also to frame the policies, the objectives, etc. അവരാണ് നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്യണം, എന്തിന് റൺ ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർ മേജർ ഡെസിഷൻസ് എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേ ഷുഡ് ബി റിലീവ്ഡ് ഓഫ് ദി റുട്ടീൻ വർക്ക്സ്, ഡെയിലി റുട്ടീൻ വർക്ക്സിൽ നിന്നൊക്കെ അപ്പോൾ അവരെ നമ്മൾ റിലീവ് ചെയ്യേണ്ടതാണ്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഈസ് ദ റിലീവിങ് ദ ടോപ്പ് executives. Top executives cannot perform and supervise the routine works. നോർമലി എല്ലാ ദിവസങ്ങളും ചെയ്യുന്ന റൂട്ടീൻ വർക്ക്സ് ഒന്നും നോക്കാനോ അത് സൂപ്പർവൈസ് ചെയ്യാനോ ഉള്ള ഡ്യൂട്ടി ഒരിക്കലും ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഉണ്ടാവരുത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ദ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. ഇപ്പം പല രീതിയിലുള്ള മാനേജേഴ്സിലേക്കൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കുമ്പോഴാണ് ഇപ്പം ഒരു CEO എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മുഴുവൻ മാർക്കറ്റിംഗ് മാനേജറിലേക്ക്, ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം ഫിനാൻസ് മാനേജറിലേക്ക്, ഓപ്പറേഷൻസ് റിലേറ്റഡ് എല്ലാം ഓപ്പറേഷൻസ് മാനേജേഴ്സിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ വർക്ക് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ്, ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയയിലുള്ള ആൾക്കാർ വേണം. സോ only by delegating the authority of the CEO or the MD to the lower level of managers, the proper functioning can be achieved. അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വേണം. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ്. ഫോർ ദി more proper functioning of the organization, we want to delegate this authority of the top executives. Third one is use of specialist. ഇപ്പം മാർക്കറ്റിംഗ് ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരിക്കും മാർക്കറ്റിംഗ് മാനേജർ വരുന്നത്. അവർക്കൊരു 5-10 വർഷം മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് നല്ല ടച്ച് ഉള്ളവരായിരിക്കും. Also, to become a finance manager, he should have some experience in the finance field. അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിലും അതേപോലെ ലെഡ്ജർ പ്രിപ്പറേഷനിലും ഇൻകം ടാക്സ് ഫയലിങ്ങിലും ഇതിലെല്ലാം നല്ല കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇതെല്ലാം പ്രോപ്പറായി ചെയ്യുന്ന ഒരാളെ മാത്രമായിരിക്കും നമ്മൾ ഫിനാൻസ് മാനേജറായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെ, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് HR മാനേജർ, ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കീനായിട്ട് ആവശ്യമുള്ളൊരു മാനേജറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ബിക്കോസ് മാൻ പവർ ഇസ് എ മോർ ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ഓർഗനൈസേഷൻ, അല്ലേ? ആൾക്കാരെ മാനേജ് ചെയ്യുക, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. അപ്പോൾ അതിന് കേപ്പബിളായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ എന്തെല്ലാം രീതിയിൽ നമുക്ക് മാനിനെ ഹാൻഡിൽ ചെയ്യാം, അതിനുള്ള കോൺഫ്ലിക്റ്റ് അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് വേണം, അവരെല്ലാം മാനേജ് ചെയ്യാനുള്ള സ്കിൽ വേണം, സൂപ്പർവൈസ് ചെയ്യാനുള്ള സ്കിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെ യൂസ് ചെയ്താൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വി ഡു ദിസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഫോർത്ത് വൺ ഇസ് ഹെൽപ്സ് ഇൻ എംപ്ലോയി ഡെവലപ്മെൻറ്റ്. ഒരു എംപ്ലോയിയെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഒരു വർക്കർ ലെവൽ എംപ്ലോയീസ് എപ്പോഴും വർക്കർ ലെവലായിട്ട് നിൽക്കേണ്ടവരല്ല, അല്ലേ? അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താവണം,
ഒരു സൂപ്പർവൈസർ ആവണം. ആൻഡ് ദെൻ ഹി വോണ്ട് ടു ബിക്കം ദ ഫോർമാൻ, വോണ്ട് ടു ബിക്കം ദ CEO. അങ്ങനെ നമുക്കൊരു അപ്ഗ്രഡേഷൻ വേണം എപ്പോഴും ഓർഗനൈസേഷനുള്ളിൽ. ഒരു ലോവർ ലെവലായിരിക്കുന്ന എംപ്ലോയീസ് എപ്പോഴും ആ വർക്ക് ലെവലിലായിരിക്കും അല്ല, കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കുമ്പോൾ അവരുടെ ഹയർ ലെവൽ ഓഫീസേഴ്സ് അവരെന്ത് ചെയ്യും, സൂപ്പർവൈസേഴ്സ് ആയിട്ട് വയ്ക്കും, ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. അതിനുശേഷം അവിടെയും കുറച്ച് എക്സ്പീരിയൻസ് ആയി, ഇഫ് ഹി ഈസ് പെർഫോമിങ് വെരി വെൽ ഹി വിൽ ബി പ്രൊമോട്ടഡ്. അപ്പോൾ അങ്ങനെയൊരു എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ കരിയറിൻ്റെ ഡെവലപ്മെൻറ്റിന് തന്നെ നമ്മൾ ഓരോരോ വർക്ക് അസൈൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളൊരു വർക്കറാണ്, അപ്പം നമ്മൾ നോർമലായിട്ടുള്ള ഡെയിലി കൽപ്പണിയാണ് ചെയ്യുന്നത് വെച്ചാൽ കൽപ്പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അത്രയും എക്സ്പേർട്ടായി ഏറ്റവും നല്ല രീതിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് അവർ സൂപ്പർവൈസർ വിൽ ഡു, ഹീ വിൽ ഗീവ് അസ് എ ടീം. എന്നിട്ട് നമ്മളോട് പറയും നമ്മളായിരിക്കണം ആ ടീമിൻ്റെ ലീഡർ. സോ you don't want to spend more time on the work, you want to supervise if others are doing the work എന്ന രീതിയിൽ നമ്മളൊരു സൂപ്പർവൈസർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പം നമുക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ, അവരെ മാനേജ് ചെയ്യുക എന്ന ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യേണ്ടത് ആരായിരുന്നു ശരിക്കും, ഈ പറഞ്ഞ സൂപ്പർവൈസർ ആയിരുന്നു ചെയ്യേണ്ടത്. ബട്ട് ഹി ഹാവ്സ് ഡെലിഗേറ്റഡ് എ സൂപ്പർവൈസറി വർക്ക് ടു വൺ ഓഫ് ദ വർക്ക്മെൻ ഹൂ വാസ് പെർഫോമിങ് വെരി വെൽ. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയിയുടെ ഇന്നർ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അവരുടെ കരിയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് we can use this delegation. Then last one is it helps in the expansion and diversification. നമ്മുടെ എൻ്റർപ്രൈസിന് തന്നെ പല പല ആൾക്കാർ വേണം, കുറേ ആൾക്കാർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വി വോണ്ട് ടു ഡെലിഗേറ്റ് ദിസ് അതോറിറ്റി. ദാറ്റ് ഇസ് ദ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദി എൻ്റർപ്രൈസ് നീഡ്സ് ദ സർവീസ് ഓഫ് more and more people and the assignment of various tasks to subordinates will prepare them for undertaking new assignments. പുതിയ പ്രൊജക്റ്റുകൾ വരികയാണ്, പുതിയ അസൈൻമെൻറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി സബോർഡിനേറ്റ്സിന് പല പല ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നു ആൻഡ് ദേ വിൽ പെർഫോം വെൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ ഡൈവേഴ്സിഫൈ പല പല ഫീൽഡിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം ഗുണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ ഡെലിഗേഷൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ടു റിലീവ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ദെൻ ഇംപ്രൂവ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ, യൂസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, helps in employee development, helps in expansion and diversification. ഇപ്പോൾ നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. നൗ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഈസ് ദ സെൻട്രലൈസേഷൻ ഓഫ് വർക്ക്. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രോളും ഒരു ഹെഡിൽ, എന്നിട്ട് പുള്ളി ആയിരിക്കും എല്ലാ ഡിസിഷൻസ് എടുക്കുക. ഇപ്പോൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് തന്നെയാണ് ഫുൾ ഡിസിഷൻ എടുക്കുന്നത്. എന്ത് ചെറിയ മാറ്റേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്യുന്ന ആരായിരിക്കും, ദ ടോപ്പ് എക്സിക്യൂട്ടീവ് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു MD ഉണ്ടെങ്കിൽ, ഇഫ് ഹി ഈസ് ഡീലിംഗ് വിത്ത് ഓൾ ദ മാറ്റേഴ്സ് ആൻഡ് നോ അതർ വർക്ക്സ് ഓർ എനി സൂപ്പർവൈസറി വർക്ക്സ് ആർ അലോട്ടഡ് ടു ഹിസ് സബോർഡിനേറ്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് സെൻട്രലൈസേഷൻ. പക്ഷേ ചില സമയത്തുണ്ടാവും ചില സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ MD എന്ന് പറഞ്ഞാൽ, ഹി വോണ്ട് ഇൻ്റർഫിയർ ഇൻ ടു എനി ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻ, ഹി വിൽ ജസ്റ്റ് ടേക്ക് ദ ടോപ്പ് ഡിസിഷൻ. എന്തെല്ലാം ഡിസിഷൻസ് എടുക്കണോ, ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കണോ, അത് മാത്രമായിരിക്കും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചെറിയ അല്ലെങ്കിൽ മേജർ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം, ഒരു ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആരായിരിക്കും, അവരിനേക്കാളും ലോവർ ലെവൽസ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുക. മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മുഴുവൻ MD ആരിലേക്ക് ഏൽപ്പിക്കും, മാർക്കറ്റിംഗ് മാനേജറിലേക്ക് ഏൽപ്പിക്കും. അതേപോലെ ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം ഫിനാൻസ് മാനേജറിലേക്ക് ഏൽപ്പിക്കും. ആൻഡ് HR റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിൽ ബി ലൈക്ക് ദ സാലറി കാൽക്കുലേഷൻ, ദ ലീവ് കാൽക്കുലേഷൻ, ഇതെല്ലാം ഒരു HR മാനേജറിലേക്ക് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു മേജർ വർക്കിനെ പല ആൾക്കാരിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്ക് അതിനുള്ള അതോറിറ്റി കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. വൈൽ എവറി ആക്ടിവിറ്റീസ് ഇസ് ടേക്കൺ ബൈ ദ സിംഗിൾ പേഴ്സൺ, ഒറ്റൊരാൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. സോ സെൻട്രലൈസേഷൻ എപ്പോഴും കാണുന്ന എവിടെയായിരിക്കും, ചെറിയ ഓർഗനൈസേഷൻ, കൂടുതൽ ആൾക്കാരൊന്നുമില്ല മാനേജ് ചെയ്യാൻ, കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല മാനേജ് ചെയ്യാൻ. ഇൻ ദാറ്റ് കേസ് ദർ വിൽ ബി സെൻട്രലൈസേഷൻ ഓഫ് വർക്ക്. ഇപ്പോൾ ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്സ്, അല്ലെങ്കിൽ ഒറ്റൊരു ഔട്ട്ലെറ്റുള്ളൊരു കട, പലചരക്ക് കടയോ, ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഒറ്റ ഒരു യൂണിറ്റ് മാത്രമേ അവർക്കുള്ളെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹാവിങ് എ സെൻട്രലൈസേഷൻ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു റിലയൻസ് ട്രെൻഡ്സ് പോലെയുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് നോക്കാം. റിലയൻസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ, പക്ഷേ അവർക്ക് അത്രത്തോളം യൂണിറ്റുകളുണ്ട്, പല ഏരിയയിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഏരിയയിലും
എറണാകുളത്ത് ഉണ്ടാവും, ചേർത്തല ഉണ്ടാവും, ആലപ്പുഴ ഉണ്ടാവും, അങ്ങനെ പലയിടത്തുണ്ട്. സോ ഇറ്റ് കാൻ ബി കൺട്രോൾ ബൈ എ സിംഗിൾ ഹെഡ്, അല്ലേ? ഒറ്റ ഒരാൾക്ക് എല്ലായിടത്തും എന്ത് നടക്കുന്നു എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ what he will do, the major CEO or the head of the organization will assign his duties, like ഓരോ യൂണിറ്റിൻ്റെ ഓരോ ഡ്യൂട്ടീസ് ഓരോരോ ഹെഡിലേക്ക് കൊടുക്കും. ഒരു റീജിയണൽ ഹെഡ് ഉണ്ടാവും. സോ ദ ഷോപ്സ് ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് വിൽ ബി ഹാൻഡിൽഡ് ബൈ ദോസ് റീജിയണൽ ഹെഡ് ഓഫ് ദ ബാംഗ്ലൂർ വിൽ ബി ഹെഡ് ബൈ അനദർ റീജിയണൽ ഹെഡ്. അങ്ങനെ റീജിയണൽ ഹെഡ്സിനെ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ സെൻട്രലൈസേഷൻ എപ്പോഴും സ്മോൾ ഓർഗനൈസേഷനിലായിരിക്കും കാണുന്നത്. ആൻഡ് ദ സക്സസ് ഓഫ് എ സ്മോൾ എൻ്റർപ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡൈനാമിക് മാനേജർ ഹൂ സിംഗ്ലി ഹാൻഡിൽസ് ആൻഡ് കമാൻഡ്സ് ദ റണ്ണിങ് ഓഫ് ദ കൺസേൺ. അപ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു മാനേജറാണ് ആ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ പെർഫോം വെൽ, അല്ലേ? അപ്പോൾ പുള്ളിക്ക് ഏത് രീതിയിലേക്ക് മാറാനും എല്ലാം പിന്നെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു സെൻട്രലൈസേഷൻ സക്സസ്ഫുൾ ആവുന്നത്. And he will take all the decision himself. ആരെയും കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹി ഈസ് ദ സോൾ അതോറിറ്റി. സോ ഹി ക്യാൻ ടേക്ക് ദ ഡിസിഷൻസ് ഹിംസെൽഫ് ആൻഡ് എൻട്രസ് ഓൺലി ഇംപ്ലിമെൻറ്റേഷൻ ടു ദി സബോർഡിനേറ്റ്സ്. അപ്പോൾ സബോർഡിനേറ്റ്സ് ഉണ്ടാവും, ബട്ട് ദേ ഡോണ്ട് വോണ്ട് ടു ടേക്ക് എനി ഡിസിഷൻ. ദേ ജസ്റ്റ് വോണ്ട് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജർ. അല്ലെങ്കിൽ ഏറ്റവും സോൾ എൻ്റർപ്രണറായ ആ ഒരാളെടുക്കുന്ന ഡിസിഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് മാത്രമായിരിക്കും സബോർഡിനേറ്റ്സിൻ്റെ ഫങ്ഷൻ. ഇൻ കേസ് ഓഫ് സെൻട്രലൈസേഷൻ there will be a direct link between the proprietor and his employer. ഇതിൻ്റെ ഇടയിൽ ഒരു HR മാനേജറോ ഫിനാൻസ് മാനേജറോ മാർക്കറ്റിംഗ് മാനേജറോ അങ്ങനെ ആരും തന്നെ കാണത്തില്ല. ഡയറക്റ്റ് ഡീലിംഗ് ആയിരിക്കും നമ്മൾ ഹെഡും അതേപോലെ ദ അതർ മാനേജേഴ്സുമായിട്ട് ഓർ അതർ സബോർഡിനേറ്റ്സ് ആയിട്ട്. ആൻഡ് he will be personally supervising all the managerial functions of production, marketing, financing, HR, etc. ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസും he will be having the proper control, or he will be supervising all the activities. And he has no organization other than himself. He is entrusted for every type of guidance, and his counseling is final. പുള്ളിയുടെ ഡിസിഷൻസ് ആയിരിക്കും ഫൈനലായിട്ട് വരുന്നത്. ആരുടെ അടുത്തുനിന്ന് അഭിപ്രായം വാങ്ങേണ്ട കാര്യമില്ല ഇൻ കേസ് ഓഫ് സെൻട്രലൈസേഷൻ. സോ ഓൺലി ഇൻ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ് ദിസ് ഇസ് പോസിബിൾ. അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ്. ഇറ്റ് ഇസ് പോസിബിൾ ബിക്കോസ് ദ ഓപ്പറേഷൻസ് ആർ ലിമിറ്റഡ്. ചെറിയ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ ഒരു സ്മോൾ എൻ്റർപ്രൈസിൽ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സെൻട്രലൈസേഷൻ സ്മോൾ എൻ്റർപ്രൈസുകൾ മാത്രം ഉപയോഗിക്കുക എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്ത് ഒരു സിംഗിൾ ഹെഡായിരിക്കും, അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒറ്റൊരു ആളായിരിക്കും. In that case, he don't want to consult any of the persons to take any decision. He just want to give the duties, or only duties of the subordinates will be implementation of the task. എന്ത് ഡിസിഷനാണോ എടുത്തത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നത് മാത്രമായിരിക്കും ഒരു സബോർഡിനേറ്റിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഡയറക്റ്റ് ആയിട്ടായിരിക്കും പുള്ളിയും അതേപോലെ എംപ്ലോയീസ് സബോർഡിനേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ദർ വിൽ ബി നോ ഇൻ്റർമീഡിയറി മാനേജേഴ്സ് ഇൻ ബിറ്റ്വീൻ. HR മാനേജറിനോ ഫിനാൻസ് മാനേജറിനോ മാർക്കറ്റിംഗ് മാനേജറോ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസ് ഒന്നും ഇൻ കേസ് സെൻട്രലൈസേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ പുള്ളി തന്നെയായിരിക്കും ഓർഗനൈസേഷൻ. വി ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദാറ്റ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ സോൾ പേഴ്സൺ. Okay, that is about the centralization which is successful in small scale industries or operations where there is only limited operations. Okay, so what is the advantage? എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് സെൻട്രലൈസേഷൻ വയ്ക്കുമ്പോൾ കുറേ ഗുണങ്ങളുണ്ടാകുന്നുണ്ട്, ദോഷങ്ങളുമുണ്ട്. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനാണ് നമ്മളൊരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. The first one is standardization of procedures and systems. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റൊരാളാണ് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലേ? സോ ഹി വിൽ ഓൾവേസ് ഫോളോ ദ സെയിം സ്റ്റാൻഡേർഡ്സ് ആൻഡ് പോളിസീസ്. ആ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഒരേ സ്റ്റാൻഡേർഡ് ഒരേ പോളിസി ആയിരിക്കും പുള്ളി അഡോപ്റ്റ് ചെയ്യുന്നത്. ഒറ്റൊരാളുടെ തീരുമാനമാണ്. സോ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനനുസരിച്ചോ സ്റ്റാൻഡേർഡ് പോളിസിയിലനുസരിച്ച് മാത്രമേ ഏതൊരു ആക്ടിവിറ്റീസും ആ ഓർഗനൈസേഷനിൽ നടക്കുകയുള്ളൂ. That is the first advantage of having a centralized system within the organization. അപ്പോൾ ഒരിക്കലും ഡേ ടു ഡേ ആക്ടിവിറ്റി ഇങ്ങനെ പോകണോ, ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകത്തില്ല. ഓൾവേസ് ഇറ്റ് വിൽ ബി കൺസിസ്റ്റൻറ്റ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നത് സിമ്പിളായിരിക്കും. ഓൺലി ഹി ഈസ് ദ വൺ ഹു ടേക്ക് ദ ഡിസിഷൻ, അല്ലേ? ഒറ്റൊരാളുടെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇൻ ദാറ്റ് സെൻസ് ദർ വിൽ ബി ഈസി ഇവാലുവേഷൻ. ആരുടെ അടുത്താണ് തെറ്റുണ്ടായത്? ഇപ്പോൾ ഫിനാൻസ് മാനേജറിൻ്റെ അടുത്താണോ തെറ്റുണ്ടായത്, മാർക്കറ്റിംഗ് മാനേജറിൻ്റെ അടുത്താണോ തെറ്റുണ്ടായത്, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ബിക്കോസ് ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ടോപ്പ് എക്സിക്യൂട്ടീവ്. സോ ദർ വിൽ ബി നോ
problem and evaluation. Then economies. That is, centralization of management will bring in economies of the large scale. There will be centralized buying and selling. ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷന് പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ ഒരു കാർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, ഒരു മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി ദർ, ദെൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്. സോ minimum there will be 4 departments in a manufacturing industry. So there will be several buying and selling procedures അല്ലേ. ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പല സാധനങ്ങൾ റോ മെറ്റീരിയൽസ് വാങ്ങണം, എന്നിട്ട് സാധനങ്ങൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സെല് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഫിനാൻസ് ഉണ്ടെങ്കിലേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പല പല ഹെഡായിരിക്കുമ്പോൾ പല one is the coordination of activities. എന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഒരുമിച്ച് ചേർന്നായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരുടെ എല്ലാ തീരുമാനങ്ങളും ഹയർ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ MDO CEO പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഓരോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും HR ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കോർഡിനേഷൻ ഉണ്ടാവും, എല്ലാ ആക്ടിവിറ്റീസും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു അഡ്വർടൈസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. അപ്പോൾ അതിന് പക്ഷേ നമുക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. സോ വി മേ ഹാവ് റിക്വയർഡ് ദ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം വരുന്നുണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം വരുന്നുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം വരുന്നുണ്ട്. സോ ഓൺലി ഇഫ് വി ആർ ഹാവിങ് എ കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രം, ഒരു ഓർഡിനിങ് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ്സിൽ നടക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫോർത്ത് advantage of centralization. The first one was the standardization of procedures and system. Second is it facilitates the evaluation. Third, economies of scale. Fourth one is coordination of activities. So with this we can end today's class. Next day നമുക്ക് disadvantages അല്ലെങ്കിൽ evils of centralization discuss ചെയ്യാം, and also about decentralization, its advantages and disadvantages. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.